ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്യൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെട്ടാലോ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിട്ട യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. 1932 ജനുവരി 4 ഗാന്ധിജിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. എവിടെ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഉത്തരം മീററ്റ്, 1957 മെയ് 10. ഏത് വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ചത്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡൽഹൌസിയുടെ ദത്തപഹാര നയം മേലിൽ നടപ്പിലാക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതാര്? ഉത്തരം ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യക്ക് ആദ്യമായി ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ സ്വാതന്ത്ര്യവും തുല്യമായ പദവിയും അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണെന്ന് വൈസ്രോയി പ്രഖ്യാപിച്ചത് ഏതു വർഷമായിരുന്നു? ഉത്തരം 1940 ആഗസ്റ്റ് 8. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച ദേശീയ നേതാവ് ആര്? ഉത്തരം ബാലഗംഗാധര തിലകൻ. സൈമൺ കമ്മീഷനെതിരായ സമരത്തിനിടെ പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്ത ദേശീയ നേതാവ് ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിങ്സ്. ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. നിങ്ങളൊരു ആൺതേനീച്ചയാണ്. ലജ്ജാഭാവത്തെ പറ്റി ആരാണ് ഗാന്ധിജിയോട് ഇങ്ങനെ പ്രഖ്യാപിച്ചത്? ഉത്തരം ഡോക്ടർ ഓൾഡ് ഫീൽഡ്. മുഹമ്മദ് നബിയുടെ മഹത്വം ഗാന്ധിജി ഗ്രഹിച്ചത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ഉത്തരം കാർലൈൽ രചിച്ച ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ്. നിർബലന്റെ ബലം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ശ്രീരാമനെ. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ വെച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആരെയായിരുന്നു? ഉത്തരം നാരായൺ ഹേമചന്ദ്രയെ. നിയമ കോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം സർ ഫിറോസ് ഷാ മേത്തയെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം 1914. ദണ്ഡി യാത്രയുടെ തുടക്കം കുറിച്ച ദിവസം?
ഉത്തരം 1930 ഏപ്രിൽ 5-ന്. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. സത്യാഗ്രഹ സഭ രൂപീകരിച്ചതാര്? ഏത് വർഷം? ഉത്തരം മഹാത്മാഗാന്ധി രൂപീകരിച്ചത്. വർഷം 1919. രണ്ടാം ലോക മഹായുദ്ധത്തിൽ റംഗൂണിനെ ജപ്പാൻ കൈവശപ്പെടുത്തിയത് എന്നായിരുന്നു? ഉത്തരം 1942 മാർച്ച് മാസത്തിൽ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹകരണം നേടുന്നതിനായി ആരുടെ നേതൃത്വത്തിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചത്? ഉത്തരം സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇന്ത്യക്കാരുടെ സഹകരണം ലഭ്യമാക്കുന്നതിനു വേണ്ടി ക്രിയാത്മകമായ ചില നടപടികൾ സ്വീകരിക്കണമെന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതാര്? ഉത്തരം നാഷണൽ ലിബറൽ ഫെഡറേഷൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? ഉത്തരം സുബേദാർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭരണവകുപ്പിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്തായിരുന്നു? ഉത്തരം ആമിൻ. ചന്ദ്രശേഖർ ആസാദ് കൊല്ലപ്പെട്ടതെന്ന്? 1931 ഫെബ്രുവരി മാസത്തിൽ. സൂര്യ സെന്നിനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചതെന്ന്? ഉത്തരം 1933 ഫെബ്രുവരിയിൽ. ഭരണരംഗത്ത് ഇന്ത്യക്കാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്ന നിയമം ഏതായിരുന്നു? ഉത്തരം ചാർട്ടർ നിയമം 1933. ക്രിസ്തു മതത്തിലേക്കുള്ള പരിവർത്തനം സുഗമാക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമമേത്? ഉത്തരം റിലീജിയസ് ഡിസ്എബിലിറ്റീസ് ആക്ട് 1856. ഇന്ത്യൻ പട്ടാളക്കാർക്ക് നിർബന്ധമായും കടൽ കടന്നു പോയി സൈനിക പരിവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനു വേണ്ടി പാസാക്കിയ നിയമമേത്? ഉത്തരം ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് 1956. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രാഷ്ട്രീയ കാരണങ്ങളിലൊന്നായ ദത്തപഹാര നയം നടപ്പിലാക്കിയതാര്? ഉത്തരം ഡൽഹൌസി പ്രഭു. ലഹളക്കാരായ പട്ടാളക്കാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ഡൽഹി പിടിച്ചടക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിക്കുകയും ചെയ്തത് ആരെ? ഉത്തരം ബഹദൂർ ഷാ. മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷായുടെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം ഫക്രുദ്ദീൻ.
ഫക്രുദ്ദീന്റെ പിൻഗാമികളെ അംഗീകരിക്കുവാൻ തയ്യാറാക്കാതിരുന്ന ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കാനിങ് പ്രഭു. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ബഹദൂർ ഷാ. ഇന്ത്യക്കാർക്ക് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് രീതിയിലുള്ള ഭരണ സമ്പ്രദായത്തിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച കൗൺസിലിന്റെ പേരെന്ത്? ഉത്തരം ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം അഴിച്ചുപണിതുകൊണ്ട് ഇംഗ്ലീഷ് സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനങ്ങളുടെ പേരെന്ത്? യൂണിവേഴ്സിറ്റികൾ. ഈ വീഡിയോയിലൂടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഇതുപോലെ ഇനിയും കുറെ ചോദ്യങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.